നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ KSRTC ബസിന് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. മഴ കനത്തതോടെ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിൽ യാത്രാ ദുരിതം ഇരട്ടിയായി. പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർഷക സംഘം മറ്റത്തൂർ മേഖലാ സമ്മേളനം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ദേശീയപാത നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ KSRTC ബസിന് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം. തൃശൂർ AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർമാരും ആളൂർ സ്വദേശികളുമായ സംഗീത്, ചാർലിൻ ജോർജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ AR ക്യാമ്പിലേക്ക് ജോലിക്കായി വരുമ്പോൾ നടത്തറ സിഗ്നലിൽ വെച്ചായിരുന്നു അപകടം. തൊട്ടു മുൻപിൽ പോവുകയായിരുന്ന KSRTC ബസ് ദേശീയപാതയിൽ ആളുകളെ കയറ്റുന്നതിനായി പെട്ടെന്ന് നിർത്തിയതോടെ പിന്നിൽ വന്നിരുന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി ബസിന് പുറകിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരായ ഇരുവരും തെറിച്ചു വീണു. ബൈക്ക് ഓടിച്ചിരുന്ന ചാർലി ജോർജിന് നെഞ്ചിലും കാലിലും പരിക്കേറ്റു. സംഗീതിന് നെഞ്ചിനാണ് പരിക്കേറ്റത്. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത 2 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ജൂൺ 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. മഴ കനത്തതോടെ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിൽ യാത്രാ ദുരിതം ഇരട്ടിയായി. പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും രംഗത്ത്. വെള്ളിക്കുളങ്ങര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, 2 സ്കൂളുകൾ, പെട്രോൾ പമ്പ് തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിൽ കാൽനട യാത്ര പോലും ഇപ്പോൾ ദുഷ്കരമാണ്. നിർദ്ദിഷ്ട മലയോര ഹൈവേ കടന്നു പോകുന്ന പ്രദേശമാണിത്. മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയാകുമ്പോൾ മാത്രമേ റോഡിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരൂ എന്നാണ് അധികൃതരുടെ നിലപാട്. എന്നാൽ വെള്ളിക്കുളങ്ങര മുതൽ കോർമല ആശ്രമം വരെയുള്ള ഭാഗത്തെ ചില സ്വകാര്യ വ്യക്തികൾ മലയോര ഹൈവേക്കെതിരെ കോടതിയെ സമീപിക്കുകയും നിർമ്മാണങ്ങൾക്ക് സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു. അതിനാൽ തന്നെ ചുരുങ്ങിയ പക്ഷം 2 വർഷമെങ്കിലും കഴിഞ്ഞു മാത്രമേ മലയോര ഹൈവേയുടെ പ്രവൃത്തികൾ ആരംഭിക്കൂ എന്നതാണ് നിലവിലെ സ്ഥിതി. വെള്ളിക്കുളങ്ങര കോർമല 2 കൈ ഭാഗത്തേക്ക് ഒട്ടേറെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് അനുദിനം ഇതുവഴി സഞ്ചരിക്കുന്നത്. ഈ 7 കിലോമീറ്ററോളം ദൂരം യാത്ര അതീവ ദുഷ്കരമായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല. വെള്ളിക്കുളങ്ങര സെന്റർ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള 600 മീറ്ററോളം ഭാഗത്താണ് റോഡ് കൂടുതൽ തകർന്ന് തരിപ്പണമായത്. ഇതുവഴി സർവീസ് നടത്തുന്ന ഓട്ടോ തൊഴിലാളികളാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. കിട്ടുന്ന വരുമാനം മുഴുവൻ വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെക്കേണ്ട ഗതികേടാണെന്ന് ഇവർ വേദനയോടെ പറയുന്നു. ഇവിടുത്തെ നമ്മൾ പെട്രോൾ അടിക്കാനോ എന്തൊരാവശ്യമാണെങ്കിലും താഴേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോർമല ആ വഴി വളരെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ്. കാരണം ഒരു കുഴിയിൽ നിന്ന് ചാടി അടുത്ത കുഴിയിലേക്ക് ആ ഒരു അവസ്ഥയാണ്. വണ്ടിക്കാണെങ്കിൽ എന്നും കംപ്ലൈൻറ്റും കാര്യങ്ങളാണ്. വണ്ടി നന്നാക്കാൻ തന്നെ തികയാത്തൊരു അവസ്ഥയിലേക്കാണ് ഇന്നത്തെ പോക്ക്. ഓട്ടം വളരെ മോശമാണ്. ഇവിടുത്തെ റോഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ 2 കൈ വഴി, മലയോര ഹൈവേയുടെ പേരും പറഞ്ഞു പോകുന്ന 2 കൈ വഴി മൊത്തത്തിൽ ഒരു കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ വരെ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ. ഞങ്ങൾ നിരന്തരമായിട്ട് ഈ അധികാരികളുടെ മുന്നിലേക്ക് ഇത് ഫോട്ടോ എടുത്ത് അയക്കാനും ഇതിൻ്റെ പരാതികൾ കൊടുക്കാനും നിരന്തരമായിട്ട് ചെയ്തിട്ടും ഇതിന് തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഞങ്ങൾ ഓട്ടോ തൊഴിലാളികളുടെ അവസരം ഞങ്ങൾ ഓട്ടം നിർത്തുന്ന അവസരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു ദിവസത്തിൽ ആകെ ഓടുന്നത് 250 രൂപയ്ക്കും 300 രൂപയ്ക്കും ഓടിയിട്ട് അതിനേക്കാളും കൂടുതൽ കാശ് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുക്കേണ്ട അവസരം ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് ശ്രദ്ധ ഉണ്ടാവണമെന്ന് മാത്രം പറയുന്നു. മലയോര ഹൈവേ വരുമെന്ന് പറഞ്ഞ് പണികൾ തീർക്കാതെ കുണ്ടും കുഴിയായിട്ട് കിടന്ന കാൽനട യാത്രക്കാർക്ക് വരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
ഞാൻ ഇവിടെ ഈ ഉപജീവനം നടത്തുന്ന 73 വയസ്സ് കഴിഞ്ഞ ആളാണ് ഞാൻ. ഇവിടെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉപജീവന മാർഗമായിട്ടാണ് ഈ ഓട്ടോ ഓടിച്ചു കിടക്കുന്നത്. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വരാൻ മടിക്കുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാരും പരാതിപ്പെടുന്നു. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ അപകടങ്ങളും പതിവാണ്. വാഹനങ്ങൾ പോകുമ്പോൾ റോഡിന്റെ വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്ക് ചെളിവെള്ളം തെറിക്കുന്നതും വലിയ കല്ലുകൾ തെന്നിത്തെറിക്കുന്നതും പതിവായിരിക്കുകയാണ്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന് കാത്തുനിൽക്കാതെ താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ഇവർ നിരന്തരം ആവശ്യപ്പെടുന്നത്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ വെള്ളിക്കുളങ്ങര സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥയാണിത്. മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് യാത്ര കൂടുതൽ ദുഷ്കരമായി. എന്നോ വരുമെന്ന് പറഞ്ഞ് കേൾക്കുന്ന മലയോര ഹൈവേയുടെ പേരും പറഞ്ഞാണ് അധികൃതർ ഈ റോഡിനെ നിരന്തരം അവഗണിക്കുന്നത്. താൽക്കാലിക അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തി യാത്ര സുഗമമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കേരള കർഷക സംഘം മറ്റത്തൂർ മേഖലാ സമ്മേളനം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KS രഞ്ജിത്ത് അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി MR രഞ്ജിത്ത്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KC ജെയിംസ്, KG രജീഷ്, മേഖലാ സെക്രട്ടറി PS പ്രശാന്ത്, സംഘാടക സമിതി ചെയർമാൻ CC ബിജു, PR അജയ് ഘോഷ് എന്നിവർ പ്രസംഗിച്ചു. വന്യജീവി ആക്രമണം തടയുക, മലയോര പട്ടയ വിതരണത്തിന് തടസ്സം നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുക എന്നീ പ്രമേയങ്ങൾ അവതരിപ്പിച്ചു. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി PR അജയ് ഘോഷ് പ്രസിഡന്റ്, PS പ്രശാന്ത് സെക്രട്ടറി, TS സജീഷ് ട്രഷറർ എന്നിവരെ സമ്മേളനം തിരഞ്ഞെടുത്തു. നിലമ്പൂരിലെ UDF വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ CH സാദത്ത്, ലിൻഡോ പള്ളിപ്പറമ്പൻ, സൂരജ് KA ഹനീഫ, ഷൈനി ബാബു, സിജിൽ ചന്ദ്രൻ, KV തോമസ്, നൈജോ ആൻഡോ, പ്രതീഷ് പണ്ടാരത്തിൽ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി കല്ലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കല്ലൂരിൽ നടന്ന പൊതുയോഗം കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്ത് അധ്യക്ഷത വഹിച്ചു. പോൾസൺ തെക്കുംപീടിക, തുന്നരി മോഹൻദാസ്, ഷെന്നി പനോക്കാരൻ, സുനിൽ മുളങ്ങാട്ടുകര, അഖിൽ ഈഴംപറമ്പത്ത് എന്നിവർ പ്രസംഗിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിന്റെ വിജയത്തിൽ കോൺഗ്രസ് അളഗപ്പനഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. അളഗപ്പനഗർ കോൺഗ്രസ് ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം ആമ്പല്ലൂരിൽ സമാപിച്ചു. തുടർന്ന് മധുര വിതരണവും ഉണ്ടായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻസ് കണ്ണമ്പുഴ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോസ്മേരി, ബ്ലോക്ക് ഭാരവാഹികളായ സനൽ മഞ്ഞളി, O വിജയൻ, ചന്ദ്രൻ പുതിയടത്ത്, പിൻഡോ മഞ്ഞളി, ഓസ്റ്റിൻ തെക്കുംപുറം, TT ബെന്നി എന്നിവർ പങ്കെടുത്തു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനം ഒരുക്കി കൊടകര അഴകം യുവജന സംഘം വായനശാല. പുസ്തക പ്രദർശനം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ S സുധീർ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് K ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ഗേൾസ് സ്കൂൾ പ്രിൻസിപ്പാൾ KK താജുദ്ദീൻ, വായനശാല സെക്രട്ടറി PM സുനിൽകുമാർ, വായനശാല കമ്മിറ്റി അംഗം V കുമാരി എന്നിവർ പ്രസംഗിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ തൃശൂർ സാഹിത്യ അക്കാദമി, തൃശൂർ പബ്ലിക് ലൈബ്രറി എന്നിവിടങ്ങളിലേക്ക് ഒരു പഠനയാത്ര നടത്തി. സാഹിത്യ അക്കാദമിയിലെ ലൈബ്രറി സന്ദർശിച്ച് നിരവധി പുസ്തകങ്ങൾ കാണുവാനും അടുത്തറിയുവാനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു. തൃശൂർ പബ്ലിക് ലൈബ്രറിയിലെ കുട്ടികൾക്ക് മാത്രമായുള്ള പുസ്തകങ്ങളുടെ വിഭാഗം വിദ്യാർത്ഥികളെ ഏറെ ആകർഷിച്ചു. ഭിന്നശേഷിക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു. വരന്തരപ്പള്ളി CJMA HSSൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് യോഗ ബോധവൽക്കരണ ക്ലാസും പരിശീലനവും നടത്തി. ദേശീയ തലത്തിൽ വെള്ളി മെഡൽ ജേതാവും യോഗ പരിശീലകനുമായ BS ഷിബിൻ ഉദ്ഘാടനം ചെയ്തു.
പ്രധാന അധ്യാപകൻ ജോവൽ വി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഫസ്റ്റ് അസിസ്റ്റന്റ് മിനി ജോൺ പ്രസംഗിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും യോഗ പരിശീലനത്തിൽ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ഇന്ത്യൻ നോളജ് സിസ്റ്റം സെന്റർ, NSS, IQAC, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ യോഗ ക്യാമ്പയിൻ ആരംഭിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യോഗ ടീം കോച്ച് ബെന്നി കൊള്ളന്നൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് അധ്യക്ഷത വഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ യോഗദിന സന്ദേശം നൽകി. വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ ഇന്ത്യൻ നോളജ് സിസ്റ്റത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായ ഹിബ മറിയം ആർട്ടിസ്റ്റ് യോഗ അവതരിപ്പിക്കുകയും യോഗ പരിശീലനം നൽകുകയും ചെയ്തു. ക്യാമ്പയിന്റെ ഭാഗമായി 19-ാം തീയതി മുതൽ NSS വളണ്ടിയേഴ്സ്, സെന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറ്റിക്കാട്, സെന്റ് ആന്റണീസ് HSS മാള, BVM HSS കൽപ്പറമ്പ്, സെന്റ് ജോർജ് പരിയാരം എന്നീ സ്കൂളുകളിലെ 1000-ലധികം വിദ്യാർത്ഥികൾക്ക് യോഗ പരിശീലനം നൽകി. NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, NSS വളണ്ടിയേഴ്സ് VR പാർവതി, മിലാന ജെയ്സൺ, ഗോപിക മുരളീധരൻ, ആതിര ഷൈജു എന്നിവർ നേതൃത്വം നൽകി. ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രം ഭരണസമിതിയുടെ വാർഷിക പൊതുയോഗം നടന്നു. ക്ഷേത്രം മേൽശാന്തി കുട്ടൻ ശാന്തി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ഉപദേഷ്ടാവ് മണികണ്ഠൻ ശാന്തി മുഖ്യ പ്രഭാഷണം നടത്തി. ഭരണസമിതി പ്രസിഡന്റ് ഷീല വിപിനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ചെമ്പകശ്ശേരി, ഖജാൻജി ശ്രീജിത്ത് കളപ്പുരയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭരണസമിതി പ്രസിഡന്റായി ഷീല വിപിനചന്ദ്രൻ, സെക്രട്ടറിയായി ശിവരാമൻ പൊറ്റക്കാട്ട്, ശ്രീജിത്ത് കളപ്പുരയ്ക്കൽ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു. ആമ്പല്ലൂർ കുണ്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം വ്യാഴാഴ്ച നടക്കും. രാവിലെ 9-ന് ശ്രീഭൂതബലി, 11-ന് പ്രസാദ ഊട്ട്, ദീപാരാധനയ്ക്ക് ശേഷം എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. മേളത്തിന് കേളത്ത് സുന്ദരൻ മാരാർ പ്രാമാണികനാകും. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും മഹാമൃത്യുഞ്ജയ ഹോമവും ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച നടക്കും. 1-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് ദീപാരാധന, പ്രസാദശുദ്ധി, പുണ്യാഹം, അത്താഴപൂജ, ബുധനാഴ്ച രാവിലെ 5-ന് നട തുറപ്പ്, ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, 6-ന് ഉഷപൂജ, പഞ്ചവിശന്തി കലശപൂജ, കലശാഭിഷേകം, രാവിലെ 9-ന് കാഴ്ച ശീവേലി, മധ്യാഹ്ന പൂജ, ശ്രീഭൂതബലി, പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന, സഹസ്രനാമാർച്ചന, അത്താഴപൂജ എന്നിവയാണ് പരിപാടികൾ. ക്ഷേത്രം തന്ത്രി കാര്യമാത്ര വിജയൻ, മേൽശാന്തി മനോജ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും. രാവിലെ 11-ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായ വിതരണവും നടക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പല മാനസിക സമ്മർദ്ദങ്ങളും നമ്മുടെ ശരീരത്തിനെയും ദോഷകരമായി ബാധിക്കും. ഇത്തരത്തിലുണ്ടാകുന്ന അമിത സമ്മർദ്ദം രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും പിന്നീട് തലച്ചോറിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ബ്രെയിൻ ഹെമറേജ്. ഇങ്ങനെയുണ്ടാകുന്ന രക്തസ്രാവം തലച്ചോറിലെ കോശങ്ങളെയും വിവിധ ഭാഗങ്ങളെയും നശിപ്പിക്കും. റിപ്പോർട്ട് കാണാം. അമിത രക്തസമ്മർദ്ദമാണ് മസ്തിഷ്ക രക്തസ്രാവത്തിന്റെ പ്രധാന കാരണമായി പറയുന്നത്. രക്തസമ്മർദ്ദമുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സമ്മർദ്ദം നിയന്ത്രിക്കുന്നത് രോഗാവസ്ഥ തടയാൻ സഹായിക്കും. രക്തസമ്മർദ്ദമുള്ളവർ ഉപ്പ് കൂടുതലായി അടങ്ങിയ ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതാണ്. സമ്മർദ്ദം കൊണ്ട് മാത്രമല്ല ബ്രെയിൻ ഹെമറേജ് ഉണ്ടാകുന്നത്. ജനിക്കുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്ലേറ്റ്ലെറ്റുകളുടെ അഭാവം, ചെറുപ്പക്കാരിൽ കാണപ്പെടുന്ന രക്തത്തിലെ നീർക്കെട്ട്, ഹീമോഫീലിയ, തലച്ചോറിലുണ്ടാകുന്ന ട്യൂമർ, കരൾ രോഗം തുടങ്ങിയവയും ഇവയ്ക്ക് കാരണമാകാം. തലച്ചോറിന്റെ ഏത് ഭാഗത്താണ് രക്തസ്രാവം ഉണ്ടായത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശരീരത്തിൽ ലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. പെട്ടെന്ന് കൈകാലുകൾ കുഴയുക, സംസാരശേഷിയും ബോധവും നഷ്ടപ്പെടുക എന്നിങ്ങനെ സംഭവിച്ചാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതാണ്. ഇതുകൂടാതെ പെട്ടെന്നുണ്ടാകുന്ന തലവേദന, ഛർദി, കാഴ്ച മങ്ങുക എന്നിവയും ബ്രെയിൻ ഹെമറേജിന്റെ ലക്ഷണങ്ങളാണ്. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്.
മനക്കുളങ്ങര പുലിപ്പാറക്കുന്ന് GWLP സ്കൂളിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന LP-ST താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ജൂൺ 28 രാവിലെ 10:30 ഇന്റർവ്യൂ നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി പങ്കെടുക്കുക. ഫോൺ 0482724469. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ഗൾഫ് തൊഴിൽ മേളയോടനുബന്ധിച്ച് ഗൾഫ് ജോലികൾക്കുള്ള അപേക്ഷകർ ജൂൺ 28 11 മണി മുതൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് ജോബ് ഫെയർ കൊടകര ബ്ലോക്ക് തല കൺവീനർ KM ചന്ദ്രൻ അറിയിച്ചു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,095 രൂപയും പവന് 72,760 രൂപയും രേഖപ്പെടുത്തി. തൊട്ടിപ്പാൾ പുലാക്കൽ ബിനുവിന്റെയും നിതയുടെയും മകൾ ശ്രേയ അന്തരിച്ചു. 10 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ KSRTC ബസിന് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. മഴ കനത്തതോടെ വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിൽ യാത്രാ ദുരിതം ഇരട്ടിയായി. പ്രതിഷേധവുമായി ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർഷക സംഘം മറ്റത്തൂർ മേഖലാ സമ്മേളനം സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.